ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ഏകസ്ത്വമാത്മാ പുരുഷഃ പുരാണഃ സത്യഃ സ്വയം ജ്യോതിരനന്താദ്യഃ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജനഃ പൂർണ്ണോദ്വയോ മുക്ത ഉപാധിതോऽമൃതഃ. ഏകസ്ത്വമാത്മാ, ഏകഃ ത്വം ആത്മാ, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ വരുന്നത്. ഏകഃ അതായത് ഒരാൾ, ഒരുവൻ. ത്വം ആത്മാ, ത്വം അങ്ങ്, ആത്മാ എന്ന് പറഞ്ഞാൽ ഈ ആത്മചൈതന്യം. പുരുഷ പുരാണ, പുരുഷ എല്ലാ ജീവജാലങ്ങളിലും ജീവസ്വരൂപമായി കുടിയിരിക്കുന്ന ഭഗവാനെ, അവിടുന്ന് തന്നെയാണ് ആ ഒന്ന് മാത്രമായിട്ടുള്ള ഏകനായിട്ടുള്ള ആ ആത്മചൈതന്യം. പുരാണ എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും പുരാണമായിട്ടുള്ളതാണ്, ഏറ്റവും ആദ്യമേ ഉള്ളതാണ്, ഏറ്റവും പഴക്കം ചെന്നതാണ്. ഏറ്റവും ആദ്യം എന്താണോ ഉണ്ടായിരുന്നത് അതാണ് അവിടുന്ന്. അതായത് അവിടുന്ന് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ടവയാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുരാണമായിട്ടുള്ളതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. സത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്നും അതേപോലെ നിലനിൽക്കുന്നത്, മാറ്റമില്ലാത്തത്, നാശമില്ലാത്തത്, അത് അവിടുന്ന് ഒന്ന് മാത്രമാണ്. സ്വയം ജ്യോതിരനന്ത ആദ്യഃ, സ്വയം ജ്യോതിഹി അനന്ത, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ അങ്ങ് സ്വയം പ്രകാശിക്കുന്നവനാണ്, അഥവാ മറ്റൊന്നിൻ്റെ പ്രകാശത്തിലൂടെ അങ്ങയെ അറിയുവാൻ കഴിയാത്തവനാണ്. അതായത് മറ്റ് ഒന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ കഴിയാത്തതാണ്. സ്വയം തന്നെ ജ്യോതിയായി വിളങ്ങുന്നവനാണ്. അനന്ത, അന്തമില്ലാത്തവനാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അന്തമുള്ളത് എന്ന് പറയുന്നത് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ ഒരു പരിമിതിക്കുള്ളിൽ നിൽക്കുന്നവയ്ക്കാണ് അന്തമുള്ളത്. അപ്പോൾ ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഒന്നും ഒരു പരിച്ഛേദമില്ലാത്തവനായിട്ടുള്ള ഭഗവാനെ. ആദ്യ, എല്ലാ സൃഷ്ടികൾക്കും മുൻപേയുള്ളവനാണ്. നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജന, നിത്യഃ അക്ഷരഃ അജസ്രസുഖ, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെയുള്ളത്. നിത്യഃ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ എന്നും നിലകൊള്ളുന്നത്, മാറ്റമില്ലാതെ എന്നും നിലനിൽക്കുന്നത്. അക്ഷരഃ, അക്ഷരമില്ലാത്തവൻ, അപക്ഷയങ്ങളൊന്നും ഉണ്ടാകാത്തവൻ. ആ ശക്തിയുടെ വീര്യത്തിനോ തേജസ്സിനോ യശസ്സിനോ ഒന്നും തന്നെ ഒരു കാലവും ഒരു തരത്തിലുമുള്ള കോട്ടം സംഭവിക്കാത്തവൻ. അജസ്രസുഖ, എപ്പോഴും എന്നും എല്ലായിടത്തും സുഖസ്വരൂപമായി നിലകൊള്ളുന്നവൻ. നിരഞ്ജനഃ, നിരഞ്ജനഃ ഒന്നിനോടും രഞ്ജിക്കാത്തവൻ, അഥവാ ഒട്ടിച്ചേരാത്തവൻ, ഒന്നിനോടും ചേർച്ചയില്ല. എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിൽക്കുമ്പോഴും അതിനോട് ചേരാതെയാണ് നിലനിൽക്കുന്നത്. ആചാര്യന്മാർ പറയും പോലെ ഒരു കൊട്ടത്തേങ്ങ പോലെയാണ്. ചിരട്ടയുമായി ബന്ധമില്ലാതെ അതിനുള്ളിൽ തേങ്ങ നിലനിൽക്കുന്നത് പോലെ ഈ ഓരോ ജീവശരീരത്തിനുള്ളിൽ നിലനിൽക്കുമ്പോഴും ഈ ശരീരവുമായിട്ടോ
ശരീരവുമായിട്ടൊരൊട്ടലുമില്ല, അതുപോലെ തന്നെ ശരീരത്തിലൂടെ ശരീരത്തിൻ്റെ അനുഭവങ്ങളുമായിട്ടും ഒട്ടലില്ലാതെ നിൽക്കുന്നു. പൂർണ്ണോദ്വയോ, പൂർണ്ണഃ അദ്വയഃ, രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പൂർണ്ണഃ, പൂർണ്ണനാണ് അവിടുന്ന്. എങ്ങും ഒരല്പം പോലും വിടവില്ലാതെ നിറഞ്ഞു നിൽക്കുന്നവനാണ്, സർവവ്യാപിയാണ് അവിടുന്ന്. അദ്വയഃ, രണ്ടില്ലാത്തതാണ്, ഒന്നേ ഉള്ളൂ. പാരമാർത്ഥിക തലത്തിൽ അതൊന്നു മാത്രമാണുള്ളത്. വ്യാവഹാരിക തലത്തിൽ പല രൂപങ്ങളും ഭാവങ്ങളും പല സൃഷ്ടികളും ഒക്കെ കാണുമ്പോഴും ഇവയുടെ ഒക്കെ ഉള്ളിൽ ആ ദേഹങ്ങളൊക്കെയും പല സൃഷ്ടികളായി, പല രൂപങ്ങളായി, പല നാമങ്ങളായി വ്യാവഹാരിക തലത്തിൽ കാണപ്പെടുമ്പോഴും ഈ രൂപത്തിലും നാമത്തിലും കുടികൊള്ളുന്നതൊക്കെയും ഈ സൃഷ്ടിക്കപ്പെട്ടവയൊക്കെയും ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ചക്രത്തിൻ്റെ ഉരുൾച്ചയ്ക്കിടയിൽ എപ്പോഴോ പോയി മറയുന്നവയാണ്. അപ്പോഴും പോയി മറയുമ്പോഴും ഉള്ളിലുള്ള ചൈതന്യം വീണ്ടും യാതൊന്നിൽ നിന്നാണോ ഇതിലേക്ക് പ്രവേശിച്ചത് അതിലേക്ക് തന്നെയാണ് തിരികെ മടങ്ങുന്നത്. അപ്പോൾ എന്നും നിലനിൽക്കുന്നത്, രണ്ടില്ലാത്തത്, അതൊന്നു മാത്രമേ ഉള്ളൂ സ്ഥായീ ഭാവത്തിൽ ഇവിടെയുള്ളത്, സത്യമായിട്ട് ഇവിടെ നിലനിൽപ്പുള്ളത്. ബാക്കിയൊക്കെ പല രൂപങ്ങളിലും നാമങ്ങളിലും വരുന്നു പോകുന്നു. വരത്തുപോക്കില്ലാത്തത് ഇതൊന്നിനു മാത്രം. ഉപാധിതഃ, മുക്ത ഉപാധിതോമൃതഃ. മുക്തഃ, മുക്തനാണ്, ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ്, ഒന്നിനാലും ബന്ധിക്കുവാൻ സാധ്യമല്ലാത്തവനാണ്. എന്നാലാകട്ടെ ബന്ധിതരായിട്ടുള്ള ഈ സംസാര സാഗരത്തിൽ ഉഴലുന്ന നമ്മളെയൊക്കെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവനുമാണ് ഭഗവാൻ. സ്വയം ബന്ധിതനായി ഇരുന്നു കൊണ്ട് നമുക്കറിയാം ദാമോദരലീലയാടിയപ്പോൾ അപ്പോഴും അവിടെ വൃക്ഷങ്ങളായി ബന്ധിതരായി നിന്നിരുന്ന നളകൂപര മണിഗ്രീവന്മാരെ രക്ഷിക്കുന്ന ഭഗവാൻ. അപ്പോൾ സ്വയം ബന്ധിതനായി പുറമേ നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിൽ പോലും ഭഗവാൻ ബന്ധിതനുമല്ല, ഭഗവാനെ ബന്ധിക്കുവാനും കഴിയില്ല. അതേസമയം ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഉപാധിതോമൃത, ഉപാധിതഃ, ഉപാധിയിൽ നിന്ന്, അതായത് ഈ ഭൗതികമായ വിഷയങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ മുക്തനാണ്. ബന്ധിതരായി കിടക്കുന്നത് നമ്മളാണ്. ഉപാധിതഃ അമൃതഃ, രണ്ട് വാക്കുകൾ അവിടെയുണ്ട്. അമൃതഃ എന്ന് പറഞ്ഞാൽ മൃതിയില്ലാത്തവൻ, മരണമില്ലാത്തവൻ. ഭഗവാനെക്കുറിച്ച് ഇവിടെ മരണമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ തൊട്ടു മുൻപ് ഭഗവാനെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു. പുരാണഃ ആദിഹി, ആദിയിലുള്ളവനും ഭഗവാനായിരുന്നു, ഏറ്റവും പുരാണമായിട്ടുള്ളതും ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ സൃഷ്ടിയില്ലാത്തവനാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല. സൃഷ്ടിക്കപ്പെട്ടവയ്ക്ക് മാത്രമേ മൃത്യുവുള്ളൂ. ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ, ജനനമെടുത്തവർക്ക് മൃത്യു ഉറപ്പായിട്ടുമുണ്ട്. ഭഗവാൻ ജന്മരഹിതനായതുകൊണ്ട് തന്നെ ഭഗവാന് മൃത്യുവുമില്ല. അപ്പോൾ ഭഗവാൻ അമൃതസ്വരൂപമാണ്, മൃതിയില്ലാത്തവനാണ്. നോക്കൂ, എത്ര ഒരു ശ്ലോകത്തിൽ തന്നെ ഭഗവാനെക്കുറിച്ച് എത്ര വിശേഷണങ്ങളാണ് വന്നിരിക്കുന്നത്. അഥവാ പാരമാർത്ഥിക തലത്തിലുള്ള ഭഗവാൻ എന്ന സത്യത്തെ എത്ര ഭംഗിയായിട്ടാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വിസ്തരിച്ചു പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ഓരോ വാക്കിലും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന വിധത്തിൽ, ഭഗവാനെ പൂർണ്ണമായും വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാവുന്നതല്ല എന്നിരുന്നാൽ പോലും അതിൻ്റെ പരമാവധി അതിൽ നമ്മളെ ഉൾക്കൊള്ളിച്ച് മനസ്സിലാക്കി തരുവാൻ, പറഞ്ഞു തരുവാൻ വ്യാസഭഗവാൻ ശ്രമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകസ്ത്വമാത്മാ പുരുഷഃ പുരാണ സത്യ സ്വയം ജ്യോതിരനന്താദ്യഃ
നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജന പൂർണ്ണോദ്വയോ മുക്ത ഉപാധിതോമൃത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏകസ്ത്വം ആത്മാ ആണ് മായയുടെ ആകാരം, ശ്രദ്ധിക്കുക. ഏകസ്ത്വം ആത്മാ. പിന്നെ പുരുഷ, പുരാണ, സത്യ, ആദ്യ തുടങ്ങിയിടത്തെല്ലാം വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നിത്യോക്ഷരോജസ്ര. അവിടെ രണ്ടിടത്ത് വിശ്ലേഷണം വരുന്നുണ്ട്. ഒകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട്. അതേപോലെ നിരഞ്ജനഹ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെയാണ് ഉപാധിതോമൃത, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. നാലാമത്തെ പാദത്തിൽ പൂർണ്ണോദ്വയോ ഉപാധിതോമൃത, രണ്ടിടത്തും വിശ്ലേഷണം വരുന്നുണ്ട്. അവിടെയും ഒകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.